നമസ്കാരം. ജനക ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. എന്നാ താൻ കേസുകൂട് എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചതിന് പകരമായി താനാണ് ചില രംഗങ്ങൾ ചെയ്തതെന്ന മിമിക്രി കലാകാരൻ സുനിൽ രാജിന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമയുടെ നിർമ്മാതാവ് അജിത് തലപ്പിള്ളി. സുനിൽ രാജ് പ്രവർത്തിച്ചത് സജീൻ സീനുകളിൽ മാത്രമാണെന്നും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അണിയറ പ്രവർത്തകരോടും താരത്തോടും ചെയ്യുന്ന അനീതിയാണെന്നും നിർമ്മാതാവ് വ്യക്തമാക്കുന്നത്. സുനിൽ രാജ് പങ്കുവച്ച പോസ്റ്റ് സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചിട്ടില്ല എന്ന തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണ് ും ഇത് വാസ്തവ വിരുദ്ധമാണെന്നും തന്റെ സിനിമയ്ക്ക് സാമ്പത്തികപരമായി പോലും സഹായകരമായ ഒരു നടനോട് ചെയ്യുന്നത് വലിയ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവം വിവാദമായതിനെ തുടർന്ന് സുനിൽ രാജ് തന്റെ പോസ്റ്റ് പിൻവലിക്കുകയും താൻ ഉദ്ദേശിച്ചത് ഇതല്ലെന്നും വിശദീകരിച്ചുകൊണ്ട് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ചിത്രീകരണത്തിനായി 7 ദിവസത്തെ ഡേറ്റാണ് കുഞ്ചാക്കോ ബോബൻ അന്ന് നൽകിയത്. ഈ 7 ദിവസവും അദ്ദേഹം ലൊക്കേഷനിൽ കൃത്യമായി എത്തി അഭിനയിച്ചിട്ടുണ്ട്. ഡ്യൂപ്പായി അഭിനയിച്ചിട്ടില്ലെന്നും സുനിൽ രാജ് സിനിമയിൽ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. എങ്കിലും അദ്ദേഹം പ്രധാന നടന് പകരക്കാരനായി ഒരു രംഗത്തിലും അഭിനയിച്ചിട്ടില്ലെന്നാണ് നിർമ്മാതാവ് ഇപ്പോൾ പറയുന്നത്. പ്രഥമ വനിതാ ബ്ലൈൻഡ് 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇത് ചരിത്ര നേട്ടം. ഫൈനലിൽ നേപ്പാളിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ടീം കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസ് നേടുകയായിരുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 12ാം ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയ ലക്ഷ്യം മറികടക്കുകയും ചെയ്തു. ടൂർണമെന്റിൽ ഉടനീളം ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യയുടെ ഈ കിരീട നേട്ടം. ഈ വർഷത്തെ ആദ്യ കിരീട നേട്ടവുമായി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. ഓസ്ട്രേലിയൻ ഓപ്പണർ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾ കിരീടമാണ് ലക്ഷ്യ സ്വന്തമാക്കിയത്. ഫൈനലിൽ 38 മിനിറ്റ് മാത്രം നീണ്ട മത്സരത്തിൽ ജപ്പാന്റെ യുഷി തനഗയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ലക്ഷ്യ തോൽപ്പിച്ചത്. 21-15, 21-11 എന്ന സ്കോറിനാണ് ജയം. സെമി ഫൈനലിൽ 80 മിനിറ്റ് നീണ്ട പോരാട്ടത്തിലെ വിജയമായിരുന്നെങ്കിൽ ഫൈനലിൽ അനായാസമായാണ് ലക്ഷ്യത്തിലെത്തിയത്. ഈ കലണ്ടർ വർഷത്തിലെ ഇന്ത്യക്കാരന്റെ ആദ്യ കിരീടമാണിത്. 2017 ശ്രീകാന്ത് കിടമ്പിക്ക് ശേഷം ഓസ്ട്രേലിയൻ ഓപ്പണിൽ കിരീടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പുരുഷ താരമായി ലക്ഷ്യ മാറി. 2022 ഇന്ത്യൻ ഓപ്പൺ കിരീടവും 2023 കാനഡ ഓപ്പൺ കിരീടവും നേടിയതിനു ശേഷം 2021 ലോക ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവിന്റെ മൂന്നാമത്തെ സൂപ്പർ 500 കിരീടമാണിത്. കിരീട നേട്ടം 2 വിരലുകളും ചെവിയിൽ വെച്ചാണ് ലക്ഷ്യ ആഘോഷിച്ചത്. സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം.